സ്വാഭാവികമായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ കൃത്യമായി മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർക്ക് ഒരു നിലയും വിലയും ഒക്കെയുള്ള നാടാണ്. പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ അത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരാറുണ്ട്. എന്നാൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണം എല്ലാ പരിധികളും കടന്ന് മുന്നോട്ട് പോയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നതാണ് പൊതുജനാഭിപ്രായമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ സംരക്ഷിക്കുകയാണ്. ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്നും സംഭവങ്ങൾ ഇതിനുള്ളിൽ ഒതുങ്ങി നിന്നാൽ നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഷീജ, നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് എങ്ങനെയാകും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ നിലപാട് തന്നെ മുഖ്യമന്ത്രി പറയുകയായിരുന്നു. രാഹുൽ രാജിവെക്കണം എന്നതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ആ വിധത്തിലുള്ള തെളിവുകളും ആരോപണങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയും മുഖ്യമന്ത്രി കൃത്യമായി സംസാരിച്ചു. തീർച്ചയായും മനു, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തന്നെയാണ്, അത് തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരത്തിൽ ഒന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട്, ന്യായീകരിക്കുന്ന ഒരു നിലപാട്. അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഏതായാലും രാഹുലിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്നിലധികം സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നതാണ് ഈ സംഭവത്തിൽ എടുത്തു പറയേണ്ടതും. ഒരു പൊതുപ്രവർത്തകർക്ക് പൊതുവെ ഉണ്ടായിരിക്കേണ്ട ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് പോലും അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഘട്ടത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഒരാൾക്കെതിരെ ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു വരുന്നത് ഇത് ആദ്യമാണ്. നമ്മുടെ അനുഭവത്തിൽ അത് കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഒരൊറ്റ മിനിറ്റ് ഷീജ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ ഷീജയിലേക്ക് മടങ്ങി വരാം. അതാണല്ലോ ഇപ്പോൾ പൊതുവെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റേതായൊരു ധാർമ്മികതയുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെട്ട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല, അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത്? പരസ്യമായി പറഞ്ഞല്ലോ.
അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്, പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. വളരെ കൃത്യമായ ആ വിഷയത്തിൽ നിലപാട് പറയുകയായിരുന്നു മുഖ്യമന്ത്രി, അതിലെ സാഹചര്യങ്ങളെക്കുറിച്ച്. ഒപ്പം തന്നെ ഷീജ എന്നോടൊപ്പമുണ്ട്. ഷീജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളിൽ പലരും പരാതി നൽകുന്നില്ല, പരാതി ഇല്ലല്ലോ എന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ന്യായീകരണം എന്ന് പറയുന്നത്. കാരണം പലരും പേടിച്ചിട്ടാണ് പരാതി പറയാതിരിക്കുന്നത്, തുറന്നു പറയാതിരിക്കുന്നത്. ആ വിഷയം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു, അതിനെ അഡ്രസ്സ് ചെയ്തത്? അതായത് ഇവർക്ക് പേടിയുണ്ട് പരാതി പറയാൻ എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്തത് എങ്ങനെയായിരുന്നു? തീർച്ചയായും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുന്നില്ല. ആരും തന്നെ ഇതുവരെയായി നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പക്ഷേ അതിൽ വലിയ തോതിൽ ഭീഷണി ഈ പെൺകുട്ടികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായും ചോദ്യമായി ഉയർത്തിയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആർക്കും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല, ഒരു തരത്തിലുള്ള ഭീഷണിയെയും ഭയക്കേണ്ടതില്ല. അവർക്ക് പരാതിയുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ പരാതി നൽകാവുന്നതാണ്, നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. സർക്കാരിൻ്റെതായ രീതിയിൽ നിയമപരമായ രീതിയിൽ അതിൽ സ്വീകരിക്കേണ്ട നടപടി എന്താണോ ആ നടപടി സ്വീകരിച്ചിരിക്കും. അതിൽ ഒരു ആശങ്കയും ആർക്കും ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഭീഷണിയെ ഭയന്നുകൊണ്ട് ആരും പരാതി നൽകാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിൽ പരാതി നൽകേണ്ടവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഷീജ, തുടരുക.